വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. IAR ഫിൽറ്റർ ഡിസൈൻസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. IAR ഫിൽറ്റർ ഡിസൈൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IAR ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഫിൽറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനലോഗ് ഫിൽറ്ററിനെ നമുക്ക് ഡയറക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനെ ഡിജിറ്റൽ ഫിൽറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ IAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നതിന് ഡിജിറ്റൽ ടു അനലോഗ് ഫിൽറ്റർ ബേസിക്കലി രണ്ട് ടൈപ്പാണ് നമുക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡും അതുപോലെ തന്നെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡും. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിജിറ്റൽ ഫിൽറ്ററിനെ അനലോഗ് ഫിൽറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ഹിയർ വി റിക്വയർ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ ഡിസ്ക്രീറ്റ് സിസ്റ്റം. അതായത് ഒരു ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് വേണ്ടത്. ബി ദ ഡിസ്ക്രീറ്റ് വേർഷൻ ഓഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് അനലോഗ് സിസ്റ്റം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അനലോഗ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റി ഒരു ഡിജിറ്റൽ ഫിൽറ്ററാക്കി എടുക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിസ്ക്രീറ്റ് ചെയ്തിട്ട് ഡിജിറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. In impulse invariant method, the IAR filter is designed such as the unit impulse response h of n of digital filter is the sampled version of impulse response of analog filter. ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h of s ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ട് h of z ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് h of s എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേർഷനും h of z എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേർഷനുമാണ്. ഓക്കെ, ഈ h of s എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോർമേഷനും z ട്രാൻസ്ഫോമും തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈ h of s എന്ന് പറയുന്നത് s പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യും, അതുപോലെ h of z എന്ന് പറയുന്നത് z പ്ലെയിനിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. രണ്ടിൻ്റെയും റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. h of z ആണെങ്കിൽ ഒരു യൂണിറ്റ് സർക്കിളിനകത്താണ് റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ h of s ആണെങ്കിൽ സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നുള്ള ഫോമിലാണ്. അതിൽ സിഗ്മ എന്ന് പറയുന്ന റിയലും ജെ ഒമേഗ എന്ന് പറയുന്ന ഇമാജിനറി ആക്സിസ് ആണ്. അതൊക്കെ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലും അതുപോലെ കൺട്രോൾ സിസ്റ്റത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ z ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് h of z is equal to n is equal to 0 to n h of n into z raised to n minus 1. ഇതാണ് നമ്മളുടെ z ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് അറിയുന്നതാണ്. ഇതിന് നമ്മൾ ചെയ്യുന്ന ആ ഒരു മാപ്പിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ z എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, e raised to st എന്നുള്ള ഫോമിൽ എടുക്കുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു z ട്രാൻസ്ഫോം കാണുന്ന ഇക്വേഷനകത്ത് z എവിടെയുണ്ടോ അവിടെ നമ്മൾ e raised to st ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ബേസിക്കലി. ഇതാണ് നമ്മളുടെ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മാപ്പിങ്ങിൽ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സിഗ്മ എന്ന് പറയുന്നത് റിയലും ജെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി പാർട്ടുമാണ്. അതേപോലെ തന്നെ സെഡിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം ആർ ഇ റേസ് ടു ജെ ഒമേഗയാണ് അല്ലേ. യൂണിറ്റ് സർക്കിളിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്താണ്, z is equal to e raised to st എന്നുള്ള ഫോമാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ വാല്യൂസ് കൊടുത്തു നോക്കാം. സെഡിന് പകരം എന്ത് വരും, ആർ ഇ റേസ് ടു ജെ ഒമേഗ വരും. ദെൻ ഇ റേസ് ടു ൻ്റെ അവിടെ എസിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, സിഗ്മ പ്ലസ് ജെ ഒമേഗ കൊടുക്കുന്നു. ഇൻ ടു ടി ആണ് നമുക്ക് വരിക. ഈ ഒരു മാപ്പിംഗ് ആണ് ബേസിക്കലി അവിടെ നടക്കുന്നത്. ഇത് രണ്ടും ഒരു കോംപ്ലക്സ് വാല്യൂ ആണ് അല്ലേ. നമുക്കിതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലോ. ദാറ്റ് ഈസ് റിയൽ പാർട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ഇവിടെ ആർ എന്ന് പറയുന്ന റിയലാണ്, ഇതിൽ ഇ റേസ് ടു ആൽഫയും റിയലാണ്. ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ആൽഫ ടി വരും. ദിസ് ഈസ് ദ റിയൽ പാർട്ട്. ആൻഡ് ഇമാജിനറി പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ തീറ്റ എന്നുള്ള ഫോമാണ്. ഇവിടെ തീറ്റയ്ക്ക് വരെ ഇവിടെ വരുന്നത് എന്താണ്, ഒമേഗയാണ്. ഇവിടെയും ഇ റേസ് ടു ജെ തീറ്റയ്ക്ക് വരെ എന്താ വരുന്നത്, ഓം ടി ആണ് വരുന്നത്. ഇമാജിനറി പാർട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഈ രണ്ട് ഇക്വേഷനകത്ത് നമുക്ക് എന്താ മനസ്സിലായത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, റിയൽ പാർട്ട് ഓഫ് അനലോഗ് പോൾ ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സെഡ് പ്ലെയിൻ പോൾ എന്നാണ്. ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സെഡ് പ്ലെയിനകത്തൊരു യൂണിറ്റ് സർക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ യൂണിറ്റ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഇ റേസ് ടു സിഗ്മ ടി, ദാറ്റ് ഈസ് എ റിയൽ പാർട്ട് ഓഫ് അനലോഗ് പോൾ.
അതേപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് അനലോഗ് പോൾ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഡിജിറ്റൽ പോൾ ആണ്. സോ ഇതാണ് നമുക്ക് അവിടെ ഒരു കൺക്ലൂഷനായിട്ട് കിട്ടുന്നത്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് ടേമിലാണ് നമുക്ക് അധികവും കളിക്കാൻ പറ്റുക. ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ പാർട്ടിൽ നമ്മൾ അധികം അങ്ങനെ തൊടാറില്ല. സോ ലെറ്റ് us ടേക്ക് ദിസ് ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെഡ് പ്ലെയിനിൻ്റെ റേഡിയസും അതേപോലെ തന്നെ എസ് പ്ലെയിനിൻ്റെ ടേമും തമ്മിലുള്ള സിഗ്മയും തമ്മിലുള്ള ഒരു ലിങ്കാണ്, ഈ ഒരു മാപ്പിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് 3 കേസ് ഉണ്ടാവും. അതായത് ഈ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 3 കേസസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സിഗ്മയുടെ വാല്യൂ 0 ആവുക എന്നുള്ളതാണ്. സോ സിഗ്മയുടെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എന്താ വരിക, r is equal to e raised to 0t is equal to 1 ആണ് വരിക. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ മാപ്പിംഗ് ഒന്ന് നോക്കിയാലോ. സോ മാപ്പിംഗ് നോക്കുന്ന സമയത്ത് സെഡ് പ്ലെയിൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സെഡ് പ്ലെയിനിൽ ഇതുപോലെ ഒരു യൂണിറ്റ് സർക്കിൾ ഉണ്ട് അല്ലേ. ദിസ് ഈസ് അവർ സെഡ് പ്ലെയിൻ. ഇതിൽ ദിസ് ഈസ് എ റിയൽ ആക്സിസ്, ദിസ് ഈസ് എ ഇമാജിനറി ആക്സിസ്. അതേപോലെ തന്നെ എസ് പ്ലെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ റിയൽ ആക്സിസ് എന്ന് പറയുന്നത് സിഗ്മയാണ്, ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് ജെയോമാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മളിവിടെ ലിങ്ക് ചെയ്യണം. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, ഈ സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഏതൊരു വാല്യൂയും ഈ ഒരു കേസിൽ നമ്മളുടെ പോളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ഇമാജിനറി ആക്സിസിൽ മാത്രമായിരിക്കും അല്ലേ. ഇമാജിനറി ആക്സിസിലാണെങ്കിൽ മാത്രമാണ് സിഗ്മയുടെ വാല്യൂ എപ്പോഴും 0 ആവുക അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പോൾസ് എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലുമൊക്കെ പൊസിഷൻസിലായിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇമാജിനറി ആക്സിസിൽ വരുന്ന പോൾസുകളെല്ലാം ഇഫ് ഈ ലിങ്ക് ലൈക്ക് ദിസ് എല്ലാം എവിടെയായിരിക്കും, നമ്മളുടെ ഈ യൂണിറ്റ് സർക്കിളിൻ്റെ ഈ ബോർഡറിലായിരിക്കും എപ്പോഴും വരിക. ദാറ്റ് ഈസ് സിഗ്മ 0 ആകുന്ന സമയത്ത് വെൻ വി മാപ്പ് സെഡ് പ്ലെയിൻ ആൻഡ് എസ് പ്ലെയിൻ, ഈ ഇമാജിനറി ആക്സിസിലുള്ള പോളുകളെല്ലാം വിൽ ബി പ്രസൻറ്റ് ഓൺ ദ ബോർഡർ ഓഫ് ദിസ് യൂണിറ്റ് സർക്കിൾ. അതാണ് കേസ് 1 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മാപ്പിംഗ് മാപ്പ് പോൾസ് ഫ്രം എസ് പ്ലെയിൻ ജെ ഓം ആക്സിസ് ടു സെഡ് പ്ലെയിൻസ് യൂണിറ്റ് സർക്കിൾ. ഇതേപോലെ കേസ് 2 നമ്മൾ എടുക്കുകയാണെങ്കിലോ, കേസ് 2 എന്ന് പറയുന്ന സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഈസ് നമ്മുടെ എസ് പ്ലെയിനിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡിലായിരിക്കും എപ്പോഴും പോൾസുകൾ വരിക. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും, നമ്മുടെ റിലേഷൻ r is equal to e raised to സിഗ്മ ടി എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. e raised to 0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 1 ആണ്. സോ സിഗ്മയ്ക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. സോ ആ ഒരു മാപ്പിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെഡ് പ്ലെയിൻ ഇതാണ്, ദെൻ എസ് പ്ലെയിൻ ഇതാണ്. സോ സിഗ്മ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോൾസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. ഇതാണ് 0, ഇങ്ങോട്ടേക്ക് പോസിറ്റീവാണ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവാണ്. സോ നമ്മുടെ പോളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇതിനെ നമ്മൾ ഇത് വെച്ചിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ദിസ് പോളിൻ്റെ പൊസിഷൻ വിൽ ബി ഓൾവേസ് ഇൻസൈഡ് ദിസ് വാല്യൂ അല്ലേ. ഈ കേസിൽ ആറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ യൂണിറ്റ് സർക്കിളാണ്. സോ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഇൻസൈഡ് ദിസ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് കേസ്. ഓൾ എസ് പ്ലെയിൻ പോൾ വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട് മാപ്പ് ടു സെഡ് പ്ലെയിൻ പോൾസ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കേസ് ഇസ് കേസ് 3. കേസ് 3യുടെ കേസിൽ സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ദ പോൾ ഇൻ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അങ്ങനെ വരുന്ന സമയത്ത് r is equal to e raised to സിഗ്മ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. സോ ദാറ്റ് മീൻസ് നമ്മുടെ സെഡ് പ്ലെയിനും അതുപോലെ തന്നെ എസ് പ്ലെയിനും തമ്മിൽ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എസ് പ്ലെയിനിലുള്ള പോൾസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും അല്ലേ. റൈറ്റ് സൈഡിലാണെങ്കിൽ എന്താണ്, r ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. സോ ദ വാല്യൂ ഷുഡ് ബി ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, ഈ യൂണിറ്റ് സർക്കിളിന് പുറമേ ആയിരിക്കും നമുക്ക് വരിക. സോ ഈ 3 കേസസ് ആണ് നമുക്കവിടെ വരുന്നത്. സോ ഈ മൂന്നാമത്തെ കേസിൽ നമുക്ക് എന്താ വരുന്നത്, പോൾസ് ഇൻ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ മാപ്പ് ടു ഡിജിറ്റൽ പോൾ ഔട്ട്സൈഡ് യൂണിറ്റ് സർക്കിൾ. സോ ഇതാണ് നമ്മളുടെ ആ ഒരു മാപ്പിംഗ് വരുന്നത്, ഒരു അനലോഗ് ടു ഡിജിറ്റൽ മാപ്പിംഗ്. സോ ആ മാപ്പിംഗ് നമുക്കൊന്ന് ഇക്വേഷൻ ആക്കി കൊണ്ടുവരാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ദ സിസ്റ്റം ഫംഗ്ഷൻ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് എച്ച് എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/s മൈനസ് സംതിങ് എന്നുള്ളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതായത് എസ് പ്ലെയിനിലുള്ള ഒരു ഇക്വേഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ
പി കെ എന്ന് പറയുന്നത് പോൾസ് ഓഫ് ദ അനലോഗ് ഫിൽട്ടർ ആണ്. സി കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഇൻ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ. നമ്മൾ കൺട്രോൾ സിസ്റ്റം പഠിച്ചപ്പോൾ ഇതേപോലെയുള്ള ഫോമുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ ഈ എസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമുക്ക് ഈ ക്യാപിറ്റൽ എച്ച് ഓഫ് എസ്സിനെ സ്മോൾ എച്ച് ഓഫ് ടി ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനെ തിരിച്ച് സെഡ് ട്രാൻസ്ഫോം ആക്കാൻ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ആ റിലേഷൻ കാണാൻ പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. സോ ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇത് ഏത് ഫോമിലാണ് നമുക്ക് വരുന്നത്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് 1/s മൈനസ് എ. 1/s മൈനസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, e⁻at എന്നുള്ള ഫോമാണ്. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ HA ഓഫ് ടി, ഇത് എസ് ഡൊമെയിനിലാണ്, അതിനെ നമ്മൾ ടൈം ഡൊമെയിനിലേക്ക് മാറ്റുകയാണ്. സോ HA ഓഫ് ടി ഈസ് ഈക്വൽ ടു K ഈസ് ഈക്വൽ ടു 1 to n. ഈ ഫോം എങ്ങനെ മാറും, സി കെ എന്ന് പറയുന്നത് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ആണ്. സോ 1/s മൈനസ് എ എന്നുള്ളതിൻ്റെ ഇവിടെ നമുക്ക് എന്താണ്, പി കെ ആണ്. സോ e⁻pkt എന്ന് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും കമ്പയറിങ് ദിസ് ഇക്വേഷൻ. സോ നമുക്ക് HA ഓഫ് ടി എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടി. ഇതിപ്പോൾ എന്താണ്, കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രീറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിളിംഗ് ആണ് അവിടെ ചെയ്യാൻ പോകുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, NT എന്നുള്ള ഫോമിൽ കൊണ്ടുവരാം. സോ ദിസ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ്. സോ ഇവിടെ ഈ ടി ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, NT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ H ഓഫ് NT ആക്കി മാറ്റുകയാണ്. സോ K ഈസ് ഈക്വൽ ടു 1 to n CK e⁻pk ടി അവിടെ എന്ത് വരും, NT വരും. സോ H ഓഫ് n കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ദ Z ട്രാൻസ്ഫോം. സോ Z ട്രാൻസ്ഫോം കാണുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൽ ഈ H ഓഫ് n എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതാണല്ലോ, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ അല്ലേ. സോ H ഓഫ് Z എന്ന് പറയുന്നത് എന്ത് വരും, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to infinity അവിടെ ഉണ്ട്. ഈ H ഓഫ് n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ വാല്യൂ ആണ്. സോ ഈ വാല്യൂ അതുപോലെ നമ്മളിവിടെ കൊടുക്കുന്നു ഇൻറ്റു Z⁻n ചെയ്യാണ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. സോ ഇനി നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് ഈ ഒരു സമ്മേഷനെ ഞാൻ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്, അതുപോലെ ഈ സമ്മേഷൻ അകത്തേക്ക് എടുക്കുകയാണ്. സി കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സോ ഇവിടെ എടുത്തു. സോ K ഈസ് ഈക്വൽ ടു 1 to n CK ഇൻറ്റു ദ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity. ബാക്കി നമുക്ക് വരുന്ന എന്താണ്, e⁻pknt ഇൻറ്റു Z⁻n ആണ്. സോ ഇതിൽ രണ്ടിലും n കോമൺ ആണ്. സോ ഐ എം ടേക്കിംഗ് n ഔട്ട്സൈഡ്. സോ ഈ ഒരു എക്സ്പ്രഷൻ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ, ദാറ്റ് ഈസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to infinity സംതിങ് a⁻n എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ ആൻസർ എന്താണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1/1 - a എന്നുള്ള ഫോമാണ് അല്ലേ. സോ ഇവിടെ നമുക്ക് എക്ക് പകരം എന്താണ്, ഈ ഒരു ടേമാണ് വരുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഫൈനലി ഈ ടേം അതേപോലെ ഉണ്ട്, CK ഇൻറ്റു 1/1 - എക്ക് പകരം ഈ ഫോം നമ്മളവിടെ എഴുതുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടി, K ഈസ് ഈക്വൽ ടു 1 to n CK ഡിവൈഡഡ് ബൈ 1 - e⁻pkt ഇൻറ്റു Z⁻1. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. സോ നമ്മളിവിടെ ഇപ്പോൾ എന്താ ബേസിക്കലി ചെയ്തത്, ഇവിടെ ലാപ്ലേസ് ഡൊമെയിൻ എസ് ഡൊമെയിനിലുള്ള ഇക്വേഷനെ നമ്മൾ ടൈം ഡൊമെയിനിലേക്ക് മാറ്റി H ഓഫ് ടി കണ്ടു, അത് കണ്ടിന്യൂസ്ലായതുകൊണ്ട് അതിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് H ഓഫ് n ആക്കി. ദെൻ ഈ H ഓഫ് എന്നിനെ നമ്മൾ Z ട്രാൻസ്ഫോം ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലാണ് കിട്ടിയത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്, ദിസ് വാസ് ദ ഗിവൺ റെസ്പോൺസ് വിച്ച് ഈസ് ഇൻ കണ്ടിന്യൂസ് ഫോം. ഇതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫോമിലേക്ക് നമ്മളിതിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതിനെ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം യൂസിങ് ദിസ് റിലേഷൻഷിപ്പ് നമ്മളിതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ നമുക്ക് IR ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്കിതുപോലെ HA ഓഫ് S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, വിച്ച് ഈസ് ഇൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് അനലോഗ് ഫിൽട്ടർ ഫോം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സാമ്പിൾ ചെയ്യുന്നു. ദെൻ അനലോഗ് ഫിൽട്ടർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ ഈ ഒരു ഫോമിനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, Z ട്രാൻസ്ഫോമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതേ ഫോമിലാണ് തരുന്നതെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റെപ്സ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, സോ ഈ ഫോമിലേക്ക് ചെയ്തതിന് ശേഷം ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ട് ദ Z ട്രാൻസ്ഫോം ഓഫ് ഡിജിറ്റൽ ഫിൽട്ടർ. സോ നമ്മൾ ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഈ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. സപ്പോസ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ടിയുടെ വാല്യൂ <1 ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. അതായത് ഈ സെയിം ഇക്വേഷൻ്റെ കൂടെ ഒരു ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആ ഒരു ചെറിയ ചേഞ്ചും നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യനകത്ത് ടിയുടെ വാല്യൂ <1 ആണ് തരുന്നതെങ്കിൽ ഈ സെയിം ഇക്വേഷനോട് ഒരു ടി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് IAR ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡ്. നെക്സ്റ്റ് ലെക്ചറിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.